നമസ്കാരം, അമൃതാണ്. തലവൻ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട സിനിമകളിൽ ഏറ്റവും നല്ല തിരക്കഥ ഈ ഒരു സിനിമയ്ക്കായിരുന്നു. ഒരു ഡിസ്കണക്ഷന് ഫീൽ ചെയ്തില്ല. അപ്പോൾ അത് ഡയറക്ടറുടെ സ്കില്ലാണ്. അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന രണ്ട് നെക്ക് ആൻഡ് നെക്ക് ക്യാരക്ടേഴ്സ്, ബിജു മേനോൻ അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നാലും ആസിഫ് അലി അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നാലും രണ്ടുപേരും അങ്ങനെ ഷോൾഡർ ടു ഷോൾഡറാണ് ഈ ക്യാരക്ടേഴ്സ് രണ്ടും മുന്നോട്ട് പോകുന്നത്. അവരുടെ കുറച്ച് ഈഗോസ് അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ആയിട്ട് പൊതുവെ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ഒരു പ്രശ്നം, അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിലാണ് ഒരു സ്റ്റോറി ടെൽ ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ട് അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് തിരക്കഥ. ഹാറ്റ്സ് ഓഫ് ടു ദ തിരക്കഥ റൈറ്റേഴ്സ്. 3 പേര് കൂടി ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഓൺ മിസ്റ്റർ ആനന്ദ്, പെട്ടെന്ന് ഞാൻ പേരൊന്നും ഓർക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ജിസ് ജോയ് എന്ന് പറഞ്ഞ ഈ സിനിമയുടെ ഡയറക്ടറും കൂടെ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇൻവോൾവ്മെൻറ്റും കൂടെ വരുമ്പോഴാണ് കംപ്ലീറ്റ് ഒരു പെർഫെക്ഷൻ വരുന്നത്. ആ ഒരു തിരക്കഥ, ആ ഒരു അൾട്ടിമേറ്റ് പെർഫെക്ഷൻ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യും. അൾട്ടിമേറ്റ് പെർഫെക്ഷൻ. പിന്നെ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ദീപക് ദേവിൻ്റെ സ്കോർ കേൾക്കുന്നത്.